സച്ചിൻ ഇവിടെ പാകിസ്ഥാനിൽ വെച്ച് 194 ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. കാരണം അതിപ്പോഴും വിവാദമാണ്. കാരണം ദ്രാവിഡ് തിരിച്ചു വിളിച്ചു എന്നുള്ള രീതിയിൽ. കാരണം ഇവരന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇങ്ങനെ പറഞ്ഞറിയുന്ന, അല്ലാണ്ട് എനിക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒന്നുമില്ല. അതിൽ പറഞ്ഞു പറഞ്ഞാൽ ഇവർ 5 ഓവർ കൊടുത്തിരുന്നു. പക്ഷെ 5 ഓവറിനിടയ്ക്ക് അധികം സ്ട്രൈക്ക് സച്ചിന് കിട്ടി. സച്ചിന് സിംഗിൾ എടുക്കും, മറ്റേ ആൾ 4 ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിന് തിരിച്ച് സ്ട്രൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ 5 ഓവർ കഴിഞ്ഞപ്പോൾ 190 ഇരിക്കുമ്പോഴാണ് 5 ഓവർ സമയം കൊടുത്തത്. കാരണം അടുത്ത് കഴിഞ്ഞ് എറിഞ്ഞെടുക്കാനുള്ള സമയം വേണമെന്നുള്ള രീതിയിൽ. ഇപ്പം 5 ഓവർ കഴിഞ്ഞപ്പോൾ സച്ചിൻ 194 ആയിട്ടുള്ളൂ ഇവർ ഡിക്ലെയർ ചെയ്ത്. അപ്പോൾ സച്ചിന് ഒരുപാട് വിഷമം എന്തുകൊണ്ടോ, എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിരുന്നെങ്കിൽ 2 ബോളെങ്കിലും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 1 ഓവറും കൂടെ പറഞ്ഞ് അങ്ങനത്തെ. പക്ഷേ അത് വലിയ വിവാദമായി. അതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പോരാത്തതിന് അടുത്ത ദിവസം മറ്റേ ടീക്ക് മുമ്പിൽ പാകിസ്ഥാൻ ഓൾ ഔട്ട് പോയി. അപ്പം ഒരുപാട് സമയം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇതിപ്പം അവർ കളിച്ചു പോയി ലാസ്റ്റിൽ ചിലപ്പം ഇപ്പം സച്ചിന് ഒരു 2-3 ഓവറും കൂടെ കളിച്ചിട്ട് 200 അടിച്ചു കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് 9 വിക്കറ്റ് പോയിട്ട് 2 ഓവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓൾ ഔട്ട് ആവുമെന്നുണ്ടായിരുന്നെങ്കിൽ തിരിച്ചു പറയും, ഡിക്ലെയർ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ. അപ്പോൾ അത് 2 വശത്തുണ്ടായി. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് നമ്മൾ ഈ പേഴ്സണൽ റെക്കോർഡ് അല്ലാണ്ട് പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ നല്ലൊരു സൈനായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.